നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിയാഷെയുടെ സാൻമാർഗിക വികാസത്തെക്കുറിച്ചാണ്. ഓക്കെ, പിയാഷെയുടെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളെക്കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പിയാഷെ. ഓക്കെ, പിയാഷെയെക്കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിരുന്നതാണ് അല്ലേ? അദ്ദേഹമാണ് ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിയാഷെയാണ് അല്ലേ? അതുപോലെ ഫൗണ്ടർ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലേ? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? പിയാഷെയാണ് അല്ലേ? ഓക്കെ, പിയാഷെ കുട്ടികളെ വിളിച്ചത് ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്നാണ് അല്ലേ? കൊച്ചു ശാസ്ത്രജ്ഞർ എന്നാണ്. ഓക്കെ, അപ്പോൾ പിയാഷെ കുട്ടികളുടെ സാൻമാർഗിക വികാസത്തിന് 4 ഘട്ടങ്ങളുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ സാൻമാർഗിക വികാസത്തിന് 4 ഘട്ടങ്ങളുണ്ട് എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ 4 ഘട്ടങ്ങൾ? അനോമി, ഹെറ്ററോണമി റെസിപ്രോസിറ്റി, ഓട്ടോണമി, അഡോളസൻസ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ കാരണം ഇതിന് കൃത്യമായിട്ടുള്ളൊരു മലയാളം വേർഡ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അനോമി എന്ന് മലയാളത്തിൽ കൊടുക്കാനാണ് സാധ്യത. ഓക്കെ, അനോമി എന്ന് മലയാളത്തിൽ എഴുതി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങൾ? അനോമി, ഹെറ്ററോണമി റെസിപ്രോസിറ്റി, ഓട്ടോണമി, അഡോളസൻസ്. ഓക്കെ, അദ്ദേഹം ഈ ഘട്ടങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രായപരിധിയൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അനോമി എന്ന ഘട്ടം 5 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ഓക്കെ, 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്നത് അനോമി എന്ന ഘട്ടത്തിലാണ്. ഓക്കെ, ഹെറ്ററോണമി എന്ന ഘട്ടം 5 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്നത് ഹെറ്ററോണമി എന്ന ഘട്ടത്തിലാണ്. ഓക്കെ, 5 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്നത് ഹെറ്ററോണമി എന്ന ഘട്ടത്തിലാണ്. ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ 8 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 8 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിലാണ്. ഓക്കെ, ഓട്ടോണമി അഡോളസൻസ് എന്ന ഘട്ടം 13 മുതൽ 18 വയസ്സ് വരെയാണ്. 13 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്നത് ഓട്ടോണമി അഡോളസൻസ് എന്ന സാൻമാർഗിക വികാസ ഘട്ടത്തിലാണ്. ഓക്കെ, ഇനി ഈ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ ഘട്ടം അനോമിയാണ് അല്ലേ? പിയാഷെയുടെ സാൻമാർഗിക വികാസ സിദ്ധാന്തത്തിലെ ആദ്യത്തെ ഘട്ടം ഏതാണ്? അനോമിയാണ് അല്ലേ? 5 വയസ്സ് വരെയാണ് അല്ലേ? ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അനോമി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കുട്ടികൾക്ക് നിയമവ്യവസ്ഥയില്ലാത്ത പിയാഷെയുടെ സാൻമാർഗിക വികാസഘട്ടം ഏതാണ്? അനോമി എന്ന ഘട്ടമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഈ പ്രത്യേക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കുട്ടികളുടെ വ്യവഹാരം. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ്. വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റും, ആനന്ദം കിട്ടുന്നവ ശരിയുമായിട്ടാണ് കുട്ടികൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ പിയാഷെയുടെ അഭിപ്രായത്തിൽ നിയമവ്യവസ്ഥയില്ലാത്ത ഘട്ടം ഏത്? കുട്ടികൾക്ക് നിയമവ്യവസ്ഥയില്ലാത്ത ഘട്ടം ഏതാണ്? അനോമി എന്ന ഘട്ടമാണ്. അനോമി എന്ന ഘട്ടം ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ്. അതുപോലെ ഈ ഘട്ടം സന്മാർഗരഹിതമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു മൊറാലിറ്റി ഒന്നുമില്ല. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ്. ചിലപ്പോൾ ചോദ്യം വരാം, പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വ്യവഹാരത്തെ വേദനയും ആനന്ദവും നിയന്ത്രിക്കുന്ന ഘട്ടമേത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അനോമി. ഏതാണ്? അനോമി. ഓക്കെ, അടുത്ത ഘട്ടമാണ് ഹെറ്ററോണമി. അപ്പോൾ ഹെറ്ററോണമി എന്ന ഘട്ടം 5 മുതൽ
8 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അല്ലേ. 5 മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഹെറ്ററോണമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിഫലവും ശിക്ഷയുമാണ് കുട്ടികളുടെ വ്യവഹാരത്തെ ക്രമപ്പെടുത്തുന്നത്. ഓക്കെ, പ്രതിഫലവും ശിക്ഷയും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഹെറ്ററോണമി എന്ന ഘട്ടത്തിലാണ്. ഓക്കെ, ഹെറ്ററോണമി എന്ന ഘട്ടത്തിലാണ് പ്രതിഫലവും ശിക്ഷയും കുട്ടികളുടെ വ്യവഹാരത്തെ ക്രമപ്പെടുത്തുന്നത്. ഓക്കെ, പ്രതിഫലം കിട്ടുക, ഞാനൊരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ശിക്ഷ കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ സാൻമാർഗിക ബോധം എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതുപോലെ മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമമായിട്ടുള്ള വ്യവസ്ഥകളിലൂടെ കുട്ടികൾക്ക് കൈവരുന്ന ഒരു അച്ചടക്കമാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത. അതായത് ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസ്. ആർട്ടിഫിഷ്യലായിട്ട് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നരകം കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് ഒക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പല കോൺസിക്വൻസസും ചിലപ്പോൾ മാതാപിതാക്കൾ പറയും. അപ്പോൾ മുതിർന്നവർ പറയുന്ന ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ അച്ചടക്കം. അപ്പോൾ ഈ ഘട്ടത്തിൽ അച്ചടക്കമാണ് കുട്ടികളുടെ സാൻമാർഗിക വികസനത്തെ നിർണ്ണയിക്കുന്നത്. അച്ചടക്കമുള്ള കുട്ടികൾ ഇങ്ങനെയായിരിക്കണം, അച്ചടക്കമുള്ള കുട്ടികൾ ഇങ്ങനെയാണ് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ സാൻമാർഗിക ബോധം. ഏത് ഘട്ടത്തിൽ? ഹെറ്ററോണമി എന്ന ഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടികളുടെ സാൻമാർഗിക ബോധത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ നല്ല നടപ്പിനെ, നല്ല സ്വഭാവത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? അധികാരമാണ്. ഈ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മുകളിൽ നിന്നുള്ള ഒരു പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ നല്ലത് ചെയ്യുന്നതും തെറ്റ് ചെയ്യാതിരിക്കുന്നതും. ഓക്കെ, അടുത്ത ഘട്ടമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി. ഹെറ്ററോണമി റെസിപ്രോസിറ്റി 8 മുതൽ 13 വയസ്സ് വരെയാണ് അല്ലേ. 8 മുതൽ 13 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടികളുടെ സാൻമാർഗിക വ്യവഹാരത്തെ ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. ഓക്കെ, പാരസ്പര്യമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിൽ കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത്. അതായത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത്, നമുക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് ചെയ്യരുത് എന്നതാണ്. നമുക്ക് ദോഷമുണ്ടാക്കുന്നത് മറ്റൊരാളോട് ചെയ്യരുത്, അയാൾക്കും അത് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് പാരസ്പര്യം. അപ്പോൾ ഈ ഘട്ടത്തിൽ പാരസ്പര്യമാണ് കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ സമവയസ്കരുമായിട്ടുള്ള സഹകരണത്തിൽ അധിഷ്ഠിതമാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ സാൻമാർഗ ബോധം എന്ന് പറയുന്നത്. സമവയസ്കരുമായിട്ട് സഹകരിക്കുക, തൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, റൂൾസ് ഒക്കെ അനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടി പറയണത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പ്രധാനമായിട്ടും സംഘവുമായിട്ട് യോജിച്ചു പോവുക എന്നതാണ് കുട്ടികളുടെ ലക്ഷ്യം ഈ ഒരു ഘട്ടത്തിൻ്റെ. ഓക്കെ, അപ്പോൾ സംഘവുമായിട്ട് എല്ലാ അർത്ഥത്തിലും യോജിക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിൽ കുട്ടികളുടെ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത് പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. നമുക്ക് ദോഷമുണ്ടാവുന്നതൊന്നും മറ്റൊരാളോടും നമ്മൾ ചെയ്യാൻ പാടില്ല, നമുക്ക് വേദന ഉണ്ടാവുന്നതൊന്നും മറ്റൊരാളോടും ചെയ്യരുത് എന്ന ഒരു ബോധം. ഓക്കെ, അടുത്ത ഘട്ടമാണ് ഓട്ടോണമി അഡോളസൻസ്. ഓട്ടോണമി അഡോളസൻസ് ഈ ഘട്ടം 13 മുതൽ 18 വയസ്സ് വരെയുള്ള ഘട്ടമാണ് അല്ലേ. 13 മുതൽ 18 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തിന് നീതിബോധത്തിൻ്റെ ഘട്ടം എന്നും പിയാഷെ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിന് നീതിബോധത്തിൻ്റെ ഘട്ടം എന്നും പിയാഷെ പേര് നൽകിയിട്ടുണ്ട്. ഇക്വിറ്റി, സ്റ്റേജ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ നീതിബോധത്തിൻ്റെ ഘട്ടം ഏതാണ്? പിയാഷെയുടെ സാൻമാർഗിക വികാസ സിദ്ധാന്തം അനുസരിച്ച് നീതിബോധത്തിൻ്റെ ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓട്ടോണമി അഡോളസൻസ്. ഓക്കെ, ഓട്ടോണമി അഡോളസൻസ് എന്ന ഘട്ടത്തിന് പിയാഷെ നൽകിയ മറ്റൊരു പേരാണ് നീതിബോധത്തിൻ്റെ ഘട്ടം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികളുടെ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത് ലക്ഷ്യം, സാഹചര്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചെയ്ത കാര്യം ശരിയാണോ തെറ്റാണോ എന്നത്, അതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു, നല്ല ലക്ഷ്യമാണോ അതിനുണ്ടായിരുന്നത്, അതുപോലെ ഈ സാഹചര്യത്തിൽ ഇത് ചെയ്തത് ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും
കുട്ടികളുടെ നീതിബോധം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തിക്ക് തന്നെയാണ് തൻ്റെ വ്യവഹാരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കും, എൻ്റെ തെറ്റായി ഞാൻ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കുന്നു. അതായത് പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണ്. അതുപോലെ സാൻമാർഗിക വ്യവഹാരത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്വയം തീരുമാനിക്കുന്നു ശരിയും തെറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഓട്ടോണമി അഡോളസൻസ് എന്ന ഘട്ടം 13 മുതൽ 18 വയസ്സ് വരെയാണ്. നീതിബോധത്തിൻ്റെ ഘട്ടം എന്നും പിയാഷെ ഇതിന് പേര് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പിയാഷെയുടെ സാൻമാർഗിക വികാസ ഘട്ടങ്ങൾ? അനോമി, ഹെറ്ററോണമി, റെസിപ്രോസിറ്റി, ഓട്ടോണമി, അഡോളസൻസ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.